കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെയും മാധ്യസ്ഥത്തിൽ ഇന്ന് കൃപാസ്ഥാനത്താറെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദനെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആശീർവദിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പ്രോസസ് ചെയ്യാത്തവരെ, വിസ നഷ്ടപ്പെട്ടവരെ, വിസ തീർന്നു പോയവരെ, വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവര്, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നവര്, ഇടയ്ക്ക് വെച്ച് ആ ഫയൽ ക്ലോസ് ചെയ്തിരിക്കുന്നവര്, പെൻഡിങ് ആയിരിക്കുന്നവര്, വിവാഹം ഒത്തുവരാത്തവര്, ഒത്തുവന്ന വിവാഹം നഷ്ടപ്പെട്ടു പോയതിന്റെ വേദന ഉള്ളവര്, മക്കളില്ലാത്തവര്, മക്കൾക്ക് വേണ്ടി ഇപ്പൊ പ്രഗ്നന്റ് ആയിരിക്കുന്നതും അതേസമയം തന്നെ എന്തെങ്കിലും മെഡിക്കലായിട്ടുള്ള കുഴപ്പങ്ങളുള്ളത് വേദനിച്ചിരിക്കുന്നവര്, അവരെല്ലാം അമ്മയുടെ മധ്യസ്ഥത്തില് ഈശോ നാമത്തെ ആശ്രയിക്കുന്നു. ഭവനരഹിതര്, വീടില്ലാത്തൊരു, സ്ഥലമില്ലാത്തൊരു, വഴിയില്ലാത്തൊരു, വീട് വിൽക്കാൻ ആഗ്രഹിക്കുന്നവര്, എടുത്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി താമസിക്കാൻ ആഗ്രഹിക്കുന്നവര്, അവിടെ നിലവിലുള്ള ദോഷങ്ങളെ ഈശോ നാമത്തിൽ ബന്ധിക്കുന്നു. വിവാഹം ഒത്തുവരാൻ പോകുന്നു, അത് നടത്തിക്കൊണ്ടു പോകാനുള്ള പണമില്ല, അത് നടത്തിക്കൊണ്ടു പോകാനുള്ള, വിവാഹം നടത്താനാണില്ല, അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, ഉള്ളവർ തന്നെ വിവാഹം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒറ്റപ്പെട്ടു പോണ ജന്മങ്ങള്, മാതാവേ, ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് അമ്മ ഈസ്റ്റർ കഴിയുമ്പോൾ അത് നടത്തി കൊടുക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ വെള്ളമില്ലാത്തവര്, ഒത്തിരിയേറെ കുഴൽക്കിണർ കുത്തിയിട്ടും ഒത്തിരി ആഴത്തിൽ കുത്തിയിട്ടും പണം നഷ്ടപ്പെട്ടിട്ടും വെള്ളം കാണാത്തൊരു, ആ സ്ഥലം വിൽക്കാൻ പറ്റണില്ല, അവിടെ ജീവിക്കാൻ പറ്റാത്ത വിഷയത്തിലുള്ള എല്ലാ മക്കളെയും കർത്താവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. വീട് പണി തുടങ്ങാൻ പോകുന്നവര്, വീട് പൂർത്തിയാക്കാൻ പോകുന്നവര്, വീട് പരവാസത്തില് ആചരിക്കാൻ പോകുന്നവര്, അതിന് സാമ്പത്തിക ഘടകങ്ങളുള്ളവര്, ലോൺ പാസ്സാകാത്തവര്, ലോൺ പ്രോസസ്സിലിരിക്കുന്നവര്, സിവിൽ നോട്ട് കുറവുള്ളവര്, പോയിന്റ് കുറവുള്ളവര്, ആ മേഖലകളിലെല്ലാം കർത്താവ് അവിടെ കഴിവിനേക്കാൾ ഉപരി ദൈവത്തിന്റെ കൃപ കൊണ്ട് ആ വിഷയം ദൈവ തീരുമാനം ഉണ്ടാകാൻ ഇടയാക്കണമേ. എന്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ഏതെല്ലാം വിഷയങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ മക്കളെല്ലാം മനസ്സിൽ ഓർക്കുന്ന ഈ സമയത്ത് ഞാൻ അതിനെ കൂടെ അഡ്രസ് ചെയ്തുകൊണ്ട് ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാമേ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ധൂർത്തപുത്രന്റെ പുനർവായനയാണ്. ഇന്നത്തെ ഈ ധൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോ ഒരു ട്രാജഡി നടക്കുന്നു. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം. അവൻ ദുരഭിമാനം പോലും ഇല്ലാതെ തിരിച്ചു വരുന്നുണ്ട്. പക്ഷെ ആ തിരിച്ചു വരവിൻ്റെ അകത്തും നമ്മളത് ശരിക്കും വായിച്ചാൽ ഒരു ശോകം ഉണ്ടതിൻ്റെ അകത്ത്. കാര്യം, ഇവർ ഒത്തിരി കാര്യങ്ങൾ അപ്പനോട് പറയുന്നുണ്ട്, അപ്പൻ അവനെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിക്കുന്നുണ്ട്. പക്ഷേ അപ്പനൊരു വാക്ക് അവനോട് പറയണില്ല. പശ്ചാത്താപത്തിന്റെ കുറെ നാളത്തേക്ക് നമുക്ക് ദൈവത്തിൽ നിന്നൊരു വാക്കൊന്നും കിട്ടിയെന്ന് വരികയില്ല. പ്രാർത്ഥിക്കാനുള്ള രൂപീയ പ്രാർത്ഥനയ്ക്ക് ഉത്തരവൊന്നും കിട്ടിയെന്ന് വരികയില്ല. അപ്പൊ നിങ്ങൾ ഓർക്കും, പശ്ചാത്തപിച്ചുകൊണ്ടും പ്രത്യേകിച്ച് പ്രയോജനം തോന്നിപ്പോകുന്ന കുറേ മാസങ്ങളുണ്ടാവും. അപ്പോഴും ഇത് ഓർത്താൽ മതി. അത് അപ്പം മാത്രമുള്ള ആ ഒരു കാലഘട്ടത്തെ, ആ വന്ന മുഹൂർത്തത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയായിട്ട് കരുതിയാൽ മതി. പിന്നീട് നീ പശ്ചാത്താപം ചെയ്ത് അത് റീഫണ്ടായി നിന്റെ വരവ് സത്യസന്ധമാണെന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവം കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ പ്രഥമ ദൃഷ്ടിയാ ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യത്തില്ല. കാര്യങ്ങളൊക്കെ അല്ല നടക്കും, പക്ഷെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു വിഷയമാണ്. കാര്യം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. മൂത്ത മകനോട് കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും, പക്ഷെ ഈ ധൂർത്തപുത്രനോട് ഒരു വാക്ക് പോലും അപ്പം പറയണില്ല. കെട്ടിപ്പിടിക്കുന്നുണ്ട്, അതിനെ ആശ്ലേഷിക്കുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്, മാല അവന് ചെരുപ്പ് കൊടുക്കുന്നുണ്ട്, അവരെ മകന്റെ റാങ്കിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ സംസാരിക്കത്തിൽ താമസിക്കും. ദൈവം അങ്ങനെയാണെന്ന് പറയാല്ല. ദൈവത്തെ കുറിച്ച് പറയണ കഥയിൽ വന്നു പോയിട്ടുള്ള നിഴൽ രൂപങ്ങളാണ് ഇതൊക്കെ. സംസാരിക്കാത്ത മൂകനായ അപ്പൻ, അത് നിസ്സാരമായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. അത് പശ്ചാത്താപത്തിന്റെ കുറെ കാലങ്ങളിൽ ദൈവമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻസ്, ദൈവം ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് നമ്മൾ ധരിക്കരുത്. എപ്പം വന്നതല്ലേ ഉള്ളു. അവന്റെ പശ്ചാത്താപം സത്യസന്ധമാണ് ദൈവം തോന്നിക്കഴിഞ്ഞാൽ
കട്ട് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. മകൻ പറഞ്ഞു, മകൻ ഇളയ മകന്റെ കാര്യം പറയും. പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. പിതാവാകട്ടെ തന്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഇവന്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എന്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. ഇതാണ് സംഭവം. ഇതിനകത്ത് ഡയലോഗില്ല. ആർക്ക് ഡയലോഗില്ല? അപ്പൻ മൂത്ത മകനോട് അപ്പൻ കമ്മ്യൂണിക്കേഷൻ നോക്കിയാൽ മതി. ഞാൻ ഇങ്ങനെ ഒത്തിരി ആൾക്കാരോട് കൗൺസിലിംഗ് ചെയ്യുമ്പോഴേ ചില ആൾക്കാർ എത്രയോ വർഷങ്ങൾ ധ്യാനിപ്പിക്കുന്നു, എത്രയോ ആയിരങ്ങൾ ധ്യാനിപ്പിച്ചിട്ടുണ്ട്, എത്രയോ പേരുടെ മാനസാന്തര വേല എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഈ ഒരു കാര്യം സിറ്റുവേഷൻ കറക്റ്റാണത്. ആ മാനസാന്തരത്തിൻ്റെ ആദ്യ കാലങ്ങളിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല. നമുക്ക് പ്രാർത്ഥിക്കാൻ കുറവായിരിക്കും, ചിലപ്പോൾ നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചിലപ്പോൾ മെയിൻ്റെനൻസ് നടക്കും, എല്ലാ കാര്യങ്ങളും നടന്നു പോകും. ഞാൻ കെട്ടിപ്പിടിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പം അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, അവന് മോതിരം കൊടുക്കുന്നുണ്ട്, അവന് ചെരുപ്പ് കൊടുക്കുന്നുണ്ട്, റാങ്കരെ കൊടുക്കുന്നുണ്ട്. പക്ഷെ നോ ഡയലോഗ്. നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. പക്ഷെ നമ്മൾ ഈ ആൾക്കാരുടെ മാനസാന്തരത്തെ കാണുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട് കുറേ നാളത്തേക്ക് കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ സൈലന്റ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. ഒരു ആക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആകണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അതുകൊണ്ട് മാനസാന്തരപ്പെടുന്ന ആൾക്കാർ എപ്പോഴും ശ്രദ്ധിച്ചേക്കണം. നമ്മളുടെ പാപത്തിന് പരിഹാരം ചെയ്തു, ആ ദിവസമ്പത്ത് പറഞ്ഞ പോലെ റീഫണ്ട് ചെയ്തു, പശ്ചാത്താപം പ്രായശ്ചിത്തത്തോടെ പറഞ്ഞു തീർക്കാതെ അത് ചെയ്ത് തീർത്ത് വരുമ്പോ ആ കമ്മ്യൂണിക്കേഷൻ ഫുൾ സ്വിങ് ആയിട്ട് വരും. ആ സമയം മുതൽ നമുക്ക് കൂടുതൽ പ്രാർത്ഥിക്കാനും, പിന്നെ ദൈവം നമ്മൾ ഏറ്റവും നല്ല കമ്മ്യൂണിക്കേറ്ററാണ്. ദൈവം ഏറ്റവും നല്ല കമ്മ്യൂണിക്കേറ്ററാണ്. കാര്യം നമ്മൾ ഭൂമി ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഈ കമ്മ്യൂണിക്കേഷൻ ഒരിക്കലെങ്കിലും കിട്ടിയില്ലെങ്കിൽ എന്തൊരു കുഴപ്പമുണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. വെച്ച് കഴിഞ്ഞാൽ ദൈവം നല്ലവണ്ണം കമ്മ്യൂണിക്കേറ്റ് തൻ്റെ ദാസനോട്, തൻ്റെ ഭക്തനോട്, തൻ്റെ വിശ്വാസിയോട്, മോശയോട് നമ്മൾ സ്നേഹിതരെ പോലെ സംസാരിക്കുന്ന ആളാണ്. പക്ഷെ അത് ആ ലെവലിലേക്ക് നമ്മൾ ദൈവത്തെ സ്നേഹിച്ച സത്യസന്ധമായിട്ട് ദൈവത്തിന് വേണ്ടിയാണ് സ്നേഹിക്കണൊക്കെ ദൈവം തോന്നിക്കഴിഞ്ഞാൽ സ്വപ്നങ്ങളിലൂടെ, ദർശനങ്ങളിലൂടെ, പിന്നെ വ്യക്തികളിലൂടെ, ഇൻസിഡൻസ് എന്നില്ലേ, ഇൻസിഡൻസ് എന്നൊക്കെ പറഞ്ഞാലും അതിലൂടെയും ദൈവത്തിന് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. കമ്മ്യൂണിക്കേഷൻ ഭയങ്കര രസമായിരിക്കും. അപ്പൊ നമ്മളെപ്പോഴും ഓർക്കണത് ദൈവമായിട്ട് ഈ ഒരു കാലത്ത് നല്ല റിലേഷൻസിലേക്ക് വരാൻ വേണ്ടി, നല്ല ഫുൾ സ്വിങ് കമ്മ്യൂണിക്കേഷനിലേക്ക് വരാൻ വേണ്ടി പ്രത്യേകം സത്യസന്ധമായി, സുവിശേഷവിഹിതമായി, സാക്ഷ്യത്തോടെ ദൈവത്തിന് വേണ്ടി, അല്ല ദൈവത്തിന്റെ ആനുകൂല്യത്തിന് വേണ്ടിയുള്ളതിനേക്കാളുപരി ദൈവത്തിന് വേണ്ടി. ദൈവത്തിന് ഭയങ്കര സങ്കടമായിരിക്കുകയും എപ്പോഴും എന്ന് വെച്ചാൽ ഈ മനുഷ്യന്മാരെ എല്ലാം സ്നേഹിക്കുന്നത് പറ്റിപ്പിഴപ്പിന് വേണ്ടിയാണെന്ന് ദൈവത്തിന് അറിയാം. അതാണ് ദൈവത്തിന് സങ്കടം എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത്. പക്ഷെ ദൈവത്തിന് വേണ്ടി സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നീ തന്നതും തരാത്തതും ഞാൻ അളന്നും തൂക്കി നോക്കാതെ എനിക്ക് നീയാണെന്ന് പറയത്തില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞൊരാളാണ് ഈ പത്രോസൊക്കെ. ഈ ഹൃദയം തുറന്നാണ് ഈശോ ഇന്ററാക്ട് ചെയ്യുന്നത്. ഹൃദയം തുറന്നാണ്. കാരണം അവരോടൊക്കെ ഹൃദയം തുറന്ന് സംസാരിക്കാനുള്ള തുറവി, ദൈവത്തിന്റെ റിസർവ്ഡ്നെസ് പോണമെന്നുണ്ടെങ്കിൽ ദൈവം ഇങ്ങനെ ഒരു റിസർവറിൽ വരാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റിയ ആളല്ലാത്തത് കൊണ്ടാണ്. അതാണ് വരുന്ന വിഷയം. അങ്ങനെ അത് ഈ മുൻപ് കാലത്ത് ആ ഒരു അമിക്കബിലിറ്റി, അനുരഞ്ജനം ഉണ്ടാകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം.